ഹലോ! എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കട്ട്ലേറ്റ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കട്ട്ലേറ്റ് റെസിപ്പിയാണ് ട്ടാ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്രിസ്മസിന് നല്ലൊരു കട്ട്ലേറ്റും കൂടി ആയാൽ അടിപൊളിയായിരിക്കില്ലേ? അപ്പൊ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യണേ. ഇനി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ. അപ്പോൾ ദേ ഇതിനായിട്ട് നമ്മൾ 1/4 കിലോ ബീഫാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അത് ദേ ഇതേപോലെ വളരെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അതേ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേവ് ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു 8 വിസിലോളം ഇട്ടിട്ടാണ് ട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മുടെ ബീഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് ബ്രെഡൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പൊട്ടറ്റോ അത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ട്ടോ. ഇനി ഈ പൊട്ടറ്റോയും അതുപോലെ ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞു എടുക്കണം. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ട്ടോ. അങ്ങനെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ടതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതും കൂടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഉണ്ടല്ലോ, നമ്മൾ ക്രഷ് ചെയ്ത ബീഫ് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ ബീഫും കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സവാള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആ ബീഫും ഒന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാനായിട്ട് ട്ടോ. ഇനി പൊട്ടറ്റോയും ബീഫും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ പൊട്ടറ്റോ അതിൽ കിടന്ന് നന്നായി മിക്സ് ആവും വേണം. അതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിൽ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗരം മസാല ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതുമ്പോൾ പിടിക്കുമ്പോഴാണ് ആ ബീഫ് കട്ട്ലേറ്റിന് ടേസ്റ്റ് കിട്ടുക. ഇനി ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പോളം ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതിനെ അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ, ഈ ഒരു മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മല്ലിയിലയാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിനെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാതും നമ്മളിവിടെ ഒരേ ഷേപ്പിൽ ഒരു 8 എണ്ണം നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ 2 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എന്താ പറയുക കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഞാനിവിടെ ഒരു സൈഡിലൊന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്കുണ്ടല്ലോ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ആ ബ്രെഡ് ക്രംസ് ഈ കട്ട്ലേറ്റുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന്
എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലൊന്ന് ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും നമുക്കിവിടെ നന്നായിട്ട് തന്നെ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതേ എല്ലാം അതും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി വന്നാൽ ഓരോ കട്ട്ലേറ്റ് ആയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇതിൽ തന്നെ 3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇതിനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒരു കളറാവും ഇത്. ഈ ഒരു കളറിൽ നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ദേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയും കൂടി ആയിരിക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.